ഇത് അഴിച്ചതാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കടലാക്രമണം സത്യത്തിൽ ഇന്നലെ ഭയങ്കരമായിട്ട് കടലാക്രമണം. നമ്മൾ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പോലും നമ്മൾ ഇന്നലെ ഓപ്പൺ ആക്കിയില്ല. എന്നിട്ട് പിന്നെ കുറേ ലോങ് എന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിനാട്ടം വന്നവർ 18 ആളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഇനിയുടെ വരാൻ കഴിയില്ലല്ലോ, നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിട്ട് അവരെ 18 ആളെ 3 മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കയറി. ആ 18 ആൾ കയറിയ ശേഷം നമുക്ക് തന്നെ തോന്നി കടൽ ഭയങ്കര റഫാണ്. അന്നേരം തന്നെ എന്താക്കി ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു ഭയങ്കരമായിട്ട് റഫാകാൻ തുടങ്ങി. രാത്രിയൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് രാത്രി ഞങ്ങൾ ഈ നമ്മുടെ ഫ്ലാറ്റ്, ഈ ടീ പോലെ വരുന്ന ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ 7 മീറ്റർ പിന്നെ ഇതും പിന്നെ 12 മീറ്റർ വീതിയുള്ള ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അഴിച്ച്. ഫ്ലാറ്റും അതിൻ്റെ പുറം വരുന്ന ഒരു 8 മീറ്ററോളം വരുന്ന നമ്മളെ ഈ ബ്രിഡ്ജ്, ഇതാ കാണുന്ന കഴിച്ച് വെച്ച ഇതുപോലത്തെ ബ്രിഡ്ജ്, അത് അഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ബ്രിഡ്ജ് ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചു. കാരണം രാത്രി നമുക്ക് ആ കടലിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആ വെച്ച സാധനമാണ് ഇന്ന് രാവിലെ തന്നെ JCB കൊണ്ടായിട്ട്. അപ്പം ഈ തകർന്ന് തീർന്നെല്ലാം പറയുന്ന ഈ സാധനം കഴിച്ച് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, ഈ കെട്ടിയ സാധനം ആരല്ലോ കണ്ടിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് തേങ്ങ ഇതെന്ന് പറഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാം ഇപ്പം ഞങ്ങൾ തന്നെയാണ് താനൂരുള്ളത്. കടലാക്രമണത്തിൻ്റെ പേരിലാണ് ഇത് അഴിച്ച് മാറ്റിയത്. കടലാക്രമണത്തിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് റഫുണ്ടാകുന്ന സമയത്ത് ഇത് വെക്കാൻ പറ്റില്ല. അപ്പോൾ പൊട്ടു. അപ്പോൾ അവിടെ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചു വെച്ചത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കടലിൽ ശാന്തമായി കഴിഞ്ഞാൽ ഇത് മാറ്റി ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ പണി. ഇതെന്ന് പറഞ്ഞാൽ റഫുണ്ടാകുന്ന സമയത്ത് മാറ്റേണ്ടി വരും, വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യണം. ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ പണി. അതായത് കടലാക്രമണം ഇന്നലെ അതിശക്തമായി ഭയങ്കര കടൽ. ഇന്നലെ വെള്ളത്തിൽ കയറിയ സ്ഥലമാണ് അവിടം വരെ. കടലത്തെ കരയിൽ അപ്പുറത്ത് തന്നെ പോയിരുന്നു അല്ലേ, ബീച്ചിൻ്റെ കടന്നു പോയിരുന്നു വെള്ളം. നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 100 മീറ്റർ ഏകദേശം, നിങ്ങളിപ്പം കാണുന്നില്ല, ഏകദേശം 100 മീറ്ററില്ലേ ഈ കരയുണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഈലൂട്ട് പോയത് ഈ ലെവലിലാണ്. ഇന്നലെ വെള്ളം കയറിയ കാലം ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇളക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പകുതി അയച്ചത്. അപ്പോൾ പകുതി അയച്ച സമയത്ത് നമ്മൾ അവിടെ തന്നെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഈ 2-3 ബ്ലോക്ക് ഇളയിട്ട് ഇവിടെ ഇങ്ങനെ വീണ്. അപ്പോൾ അതാരല്ലോ എടുത്തിട്ട് പറഞ്ഞ് ഫ്ലോട്ടും പിടിച്ച് തകർന്ന് തേങ്ങ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചതാണ്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കടൽ ശാന്തമായി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതല്ല, അത് ഇന്നലെ രാത്രി തന്നെ അഴിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം ഇവർ ആരംഭിച്ചിരുന്നു. എന്തായാലും കടലാക്രമണം അതിശക്തമായ രീതിയിൽ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്നു. രാത്രിയോടുകൂടി അത് രൂക്ഷമാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ബീച്ചിൻ്റെ പൂർണ്ണമായും ഭാഗത്തേക്ക് തന്നെ ഇത്തരത്തിൽ കടൽ കയറി എത്തുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരിച്ച് കടൽ ഇറങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അധികൃതർ പറയുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഇവിടെ പ്രാദേശികമായി ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇന്നലെ ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അപകടം അല്ലെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇവിടെ പ്രാദേശികമായി ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും കടലാക്രമണം അതിശക്തമായ തോതിൽ കണ്ണൂരിലും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരവും എല്ലാം ശക്തമായ തോതിൽ അല്ലെങ്കിൽ രൂക്ഷമായ തോതിൽ കടലാക്രമണം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും സ്ഥിരീകരിക്കുന്നുമുണ്ട്.